നന്ദനെ ഒരു രീതിയിലങ്ങ് അടുക്കുന്നില്ലല്ലോ, മാറ്റിപ്പിടിക്കണം. നന്ദനെ, നമ്മുടെ ഓഫീസിലെ അക്കൗണ്ടന്റ് ഇല്ലേ രാജേഷ്? രാജേഷിന് എന്ത് പറ്റി? രാജേഷിനൊന്നും പറ്റില്ല. ഈ രാജേഷ് ഇല്ലേ, നമ്മുടെ ഓഫീസിൽ പുതിയതായിട്ട് വന്നൊരു സ്റ്റാഫ് ഉണ്ട്, ഹേമ. കടം കൊള്ളാം. എന്നുവെച്ചാ ഈ രാജേഷിന് ഹേമയോട് ഭയങ്കര പ്രേമ. ഏത് അപ്പൊ ഈ രാജേഷ് ഇല്ലേ, അവന് ഹേമയോടുള്ള പ്രേമം എങ്ങനെയാ പറഞ്ഞേന്ന് അറിയോ? ഞാൻ പറഞ്ഞുതരാം. ഒരു ദിവസേ ഈ രാജേഷ് ഹേമയോട് ചോദിക്ക, നമുക്കൊരു കുഞ്ഞുണ്ടായ എന്നുവെച്ചാ അവർക്കൊരു കുഞ്ഞുണ്ടായാൽ ആ കുഞ്ഞിന് എന്തു പേരിടുന്ന്. ഞാൻ തന്നെ ആലോചിച്ചു, നമ്മുടെ കല്യാണം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കുഞ്ഞിനെ പറ്റി ആലോചിച്ചിട്ടുണ്ടോ? ഞാൻ അതന്നെ ആലോചിച്ചിരിക്കുന്നു. അരവിന്ദിന് ഓഫീസിൽ പോണ്ടേ? നന്ദന, എടി ഞാൻ പറഞ്ഞു വരുന്ന എന്താന്ന് വെച്ചാലേ, നമ്മക്കേ ബ്രോയാണല്ലോ. അരവിന്ദേ, അതാ വരുന്നു. എന്താ ബ്രോ? എനിക്ക് അല്പം സംസാരിക്കാനുണ്ട്, നമുക്ക് അകത്തേക്ക് ഇരിക്കാം. വാ ബ്രോ. നന്ദന, ദേ ബ്രോ. എനിക്ക് നിങ്ങളോട് ചില കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. അല്ല, നീ ഇന്ന് ഓഫീസിൽ പോകുന്നില്ലേ? പോവാ, റെഡിയാ വരുന്നു. അത് ശരി, എന്നാ വന്ന കാര്യം വേഗം പറഞ്ഞേക്കാം. അരവിന്ദ്, ജീവിതം എന്ന് പറയുന്നത് ഭാര്യയും ഭർത്താവും മാത്രം അടങ്ങുന്ന ഒരു ലോകമല്ല. അവിടെ അച്ഛനും അമ്മയും സഹോദരങ്ങളും ഒക്കെ ഉണ്ട്. അവർക്കൊക്കെ അവരുടേതായ ആഗ്രഹങ്ങളും മോഹങ്ങളും ഒക്കെ ഉണ്ടാവും. അതും കൂടി സാധിച്ചു കൊടുക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്വമാണ്. ബ്രോ എന്താ പറഞ്ഞു വരുന്നത്? അമ്മ ഇന്നലെ പറഞ്ഞത് നീ കേട്ടില്ലേ? അമ്മയുടെ അച്ഛന്റെ ഉള്ളിൽ അപ്പൂപ്പനും അമ്മൂമ്മയും ആകാനുള്ള ആഗ്രഹങ്ങളുണ്ട്. അത് നിങ്ങൾ കാണാതെ പോകരുത്. നന്ദന, നിങ്ങൾ തമ്മിൽ ഇപ്പോഴും എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ? എല്ലാം പറഞ്ഞു തീർത്തല്ലേ നമ്മൾ? നിങ്ങൾ കരുതുന്ന തരത്തിലുള്ള ഒരു പ്രശ്നങ്ങളും ഇപ്പൊ ഇല്ല ആനന്ദ്. അതെ ബ്രോ, ഞങ്ങൾ തമ്മിൽ ഒരു പ്രശ്നവുമില്ല, ഭയങ്കര സ്നേഹത്തിലല്ലേ? അതെ. പിന്നെന്താ അമ്മയുടെ ആഗ്രഹം നിങ്ങൾ കാണാതെ പോകുന്നത്? മനഃപൂർവ്വം അല്ല ആനന്ദ്. എന്റെ കഴുത്തിൽ താലി കെട്ടിയ അരവിന്ദിന് ഞാൻ കൊടുത്ത വാക്ക് പാലിക്കണ്ടേ? നിങ്ങളാരും അറിയാതെ ഞങ്ങൾ തമ്മിലൊരു ഉടമ്പടി ഉണ്ടായിട്ടുണ്ട്. ബ്രോ ഒറ്റത്തടിയിട്ട് ഇങ്ങനെ തേരാപര നടക്കുമ്പോൾ നമുക്ക് വലിയൊരു ദാമ്പത്യബന്ധം വേണ്ട. ബ്രോയുടെ കല്യാണം കഴിയുന്നവരെ നമുക്ക് പഴയ പോലെ ലവേഴ്സായിട്ട് ലവേഴ്സിന്റെ പരിധിക്കുള്ളിൽ കഴിഞ്ഞാലോ? എന്റെ തീരുമാനം അരവിന്ദിന്റെ തീരുമാനം തന്നെയാ. ആനന്ദിന്റെ കല്യാണം എത്രയും പെട്ടെന്ന് നടക്കാനുള്ള പ്രാർത്ഥനയിലാണ് ഞങ്ങള്. അതൊക്കെ ഒരു വിധിയല്ലേ? അഖില മേഡത്തിന്റെ ആഗ്രഹം നിങ്ങൾ നടത്തി കൊടുക്കണം. അതുകൂടിയായ ഈ വീട് സ്വർഗതുല്യാവോ? മറ്റുള്ളവർക്ക് വേണ്ടി ത്യാഗം ചെയ്ത് ഇല്ലാതാക്കി കളയാനുള്ളതല്ല നിങ്ങളുടെ ജീവിതം. ഞാനാ പറയുന്നത്, ഇനി വൈകിക്കരുത്. അമ്മയുടെ ആഗ്രഹം സാധിച്ചു കൊടുക്കണം. തൃച്ചംബരത്തിന്റെ മുറ്റത്ത് ആദ്യം ഓടിക്കളിച്ച് നടക്കേണ്ടത് നിങ്ങളുടെ കുഞ്ഞുങ്ങളാ. പോട്ടെ.
അവൻ ഇപ്പോഴും കുട്ടിത്തം മാറിയിട്ടില്ല. ഉള്ളിൽ കളങ്കമില്ലാതെ സ്നേഹിക്കാൻ മാത്രമേ അവൻ അറിയൂ. വല്യുകുഞ്ഞിന് അനിയൻ കുഞ്ഞിന് ജീവനാണെന്ന് എനിക്കറിയാം. ഇങ്ങനൊരു കൂടപ്പിറപ്പിനെ കിട്ടണമെങ്കിൽ പുണ്യം ചെയ്യണം. അതുപോലെ ഒരു അനുജത്തിയും കിട്ടിയില്ലേ? കല്യാണിക്കറിയാമോ, എനിക്ക് പറ്റിയിട്ടുള്ള തെറ്റുകൾ മുഴുവൻ ഏറ്റെടുത്തിട്ടുള്ളവനവൻ. കൂടപ്പിറപ്പിന് വേണ്ടി സ്വന്തം ജീവിതം മാറ്റിവെക്കുന്ന ആരെങ്കിലും ഉണ്ടാവുക കല്യാണി ഇക്കാലത്ത്? സ്നേഹം കൊണ്ട് വീണ്ടും വീണ്ടും അവനെന്നെ തോൽപ്പിക്കുക. ആ ചങ്കൊന്ന് പിടഞ്ഞാ തകരുന്നത് വല്യുകുഞ്ഞിന്റെ ഹൃദയമാണെന്ന് എനിക്കറിയാം. എനിവേ, ഞാൻ ഓഫീസിലേക്ക് പോവാ. കല്യാണി, എന്താ വല്യുകുഞ്ഞെ? ഇന്ന് ഓഫീസിലൊരു മീറ്റിംഗ്. അത് കഴിഞ്ഞാൽ ഞാൻ വരാം. ഇന്നത്തെ ഊണ് സ്പെഷ്യൽ ആയിക്കോട്ടെ. എന്തൊക്കെയാ വല്യുകുഞ്ഞിന് സ്പെഷ്യൽ ആയിട്ട് ഉണ്ടാക്കുക? ഉള്ളി സാമ്പാർ ഇഷ്ടമാണ്, അതുണ്ടാക്കാം. പിന്നെ തീയൽ, പച്ചടി വേറെ. തോരൻ ഇഷ്ടമാണ്, അതുകൊണ്ട് സ്പെഷ്യൽ ആക്കാം. പിന്നെ പൈനാപ്പിൾ ഇട്ട കാളൻ. എന്താണ് കല്യാണി കിച്ചണിൽ നിന്നൊരാലോചന? അത് സുജാതേച്ചി, ഇന്ന് വല്യുഞ്ഞിന് സ്പെഷ്യൽ ഐറ്റംസ് ഒക്കെ വേണമെന്ന് പറഞ്ഞിട്ടാ പോയത്. അതിനിത്ര ആലോചിക്കാൻ എന്തിരിക്കുന്നു? ആനന്ദ് സാറിന്റെ ഇഷ്ട വിഭവങ്ങളൊക്കെ നിനക്ക് അറിയാവുന്നല്ലേ? അപ്പോ ഇന്ന് വലിയ കുഞ്ഞ് സ്പെഷ്യലാണ്. എനിക്ക് റെസ്റ്റ് ആണെന്ന് അർത്ഥം. കല്യാണിക്ക് സന്തോഷമായില്ലേ? നടക്കട്ടെ. ഏതു നേരം പുസ്തക വായന. രാവിലെ ബ്രോയും കല്യാണിയും കൂടി വന്ന് അമ്മയെ സന്തോഷിപ്പിക്കണം എന്ന് പറഞ്ഞ നീ കേട്ടോ? കേട്ടു. അമ്മയുടെ സന്തോഷാണല്ലോ എന്റെ സന്തോഷം. ബ്രോ
ബ്രോയും കല്യാണിയും ആദ്യമായിട്ട് ഒരു കാര്യം പറഞ്ഞിട്ട് നീ അത് തെറ്റിക്കാൻ പാടുണ്ടോ? അയ്യോ പാടില്ല. പാടില്ല. അരവിന്ദ്, അമ്മയെ സന്തോഷിപ്പിക്കാൻ നീ തയ്യാറല്ലേ? ആ തയ്യാറാ. എന്തേ? ഇവിടെ ഇങ്ങനെ പുസ്തകം വായിച്ചോണ്ടിരുന്ന അമ്മേനെ ഞാൻ എങ്ങനെ സന്തോഷിപ്പിക്കും? എല്ലായിടത്തും കത്തിച്ചു കളയണം. മാധവിക്കുട്ടിയുടെ പുസ്തകം വല്ലാണോ? നന്ദന, എന്താ പുസ്തകം വായിച്ചോണ്ടിരിക്കുകയാണല്ലേ? കണ്ടിട്ട് എന്ത് തോന്നുന്നു അരവിന്ദന്? ഗഹനമായിട്ടുള്ളൊരു വായനയിലാണെന്ന് മനസ്സിലായി. ഇത് ഐറ്റം മാറ്റിപ്പിടിച്ചേ പറ്റൂ. ഇതേതാ പുസ്തകം? പ്രേമ പുസ്തകമാണോ? ആണെങ്കി പ്രേമ പുസ്തകമാണെങ്കിലേ മയിൽപ്പീലി വെച്ചാ പെട്ടെന്ന് പെറ്റുപെരുകുന്ന ഒരു ചൊല്ലുണ്ടായിരുന്നു ഞങ്ങള് പഠിക്കുന്ന കാലത്തെ. നന്ദന കേട്ടിട്ടില്ലേ ഈ ചൊല്ല്? ഇല്ല. ഇല്ലല്ലേ? ആവശ്യമുള്ളതൊന്നും നീ കേക്കില്ലല്ലോ. അരവിന്ദ് എന്താ ആലോചിക്കുന്നത്? അതെന്താന്നറിയോ? ഈ മറ്റുള്ളവരെ എങ്ങനെ സന്തോഷിപ്പിക്കാന്നാണ് ഞാൻ ആലോചിക്കുന്നത്. അത് ഈ ശ്രീബുദ്ധനൊക്കെ ഉണ്ടായ പോലെ ഒരു ഉൾവിളിയില്ലേ, അതെനിക്കുണ്ടായി. എന്തോ. നീ എന്താ സന്യാസിയാവാൻ പോവാണോ? ഇത് അതല്ല നന്ദന, കേക്ക്. രാവിലെ ബ്രോയും കല്യാണിയും കൂടി വന്നിട്ട് അമ്മയെ സന്തോഷിപ്പിക്കണം എന്ന് പറഞ്ഞു പോയത് നീ മറന്നോ? ഏതായാലും കൂട്ടിയും കുടിച്ചൊക്കെ നോക്കിയപ്പോ ഒരു തീരുമാനത്തിലെത്തി. എന്നാ കേട്ടോ, ഞാനേ ഒരു തീരുമാനത്തിലും എത്തിയിട്ടില്ല. നന്ദൻ, അച്ഛനും അമ്മയും പാവങ്ങളല്ലേ? അവർക്കില്ലേ അപ്പൂപ്പ അമ്മൂമ്മ സ്വപ്നങ്ങൾ ഇല്ലേ? ആ സ്വപ്നങ്ങൾ സാധിച്ചു കൊടുക്കേണ്ടത് നമ്മുടെ കടമയല്ലേ? അല്ലേ? എന്തേ? ലേറ്റ് ആകുന്നു. ലൈറ്റ് ഒക്കെ ഓഫ് ചെയ്തിട്ട് കിടന്നുറങ്ങാം. പുസ്തകം വായിക്കാൻ കൂടി സമ്മതിക്കില്ല. ഇവളുടെ പുസ്തകം വായനയാണ് എല്ലാത്തിനും കുഴപ്പം. ഇതെന്റെ പുതപ്പാ. പിൻകുടുത്തോ? വല്ലാത്തൊരവസ്ഥയുള്ള ഭഗവാൻ ഇത്. അരവിന്ദേ, അരവിന്ദേ, അതെ, അഖിലാന്റിക്ക് പെൺകുഞ്ഞിനെയാണോ ആൺകുഞ്ഞിനെയാണോ ഇഷ്ടം? എനിക്കൊന്നും അറിയില്ല, പോയി ചോദിക്കും. നീ ഇപ്പൊ എന്താ ചോദിച്ചേ? അതെ, അഖിലാന്റിക്ക് കൊച്ചുമകനെയാണോ കൊച്ചുമകളെയാണോ ഇഷ്ടം? നീ ഓക്കെ ആണെങ്കിൽ ഇരട്ട കുട്ടികളുടെ അച്ഛനാവാനും ഞാൻ തയ്യാറാണ്.
വലിയുഞ്ഞേ പാല്. ഇതെന്താ ഇപ്പൊ പാല്? ആ, അത് ഇന്ന് നല്ല ചൂടായിരുന്നില്ലേ? ചൂടിന് നല്ലതാണ് പശുവും പാല്. ആഹാ, ദാ കുടിക്ക്. അത് ശരി. പശുവും പാല് അത്ര നല്ലതല്ലേ? പിന്നെ അതെ, എനിക്കൊരു സംശയം. ചോദിച്ചാ മറുപടി പറയോ? അതിനെന്താ, പറയാലോ. ഉം. ഉം. ഈ ആദ്യ രാത്രി ദിവസം നവവധു അവളുടെ ഭർത്താവിന് പാല് കൊണ്ടുവരുന്നൊരു ചടങ്ങില്ലേ? ഉം. അതെന്തിനാ? അതെന്താ എന്റെ അർത്ഥം? അതിന്റെ ഉദ്ദേശം എന്താ? ഇതൊക്കെ എല്ലാവർക്കും അറിയാന്നുള്ള കാര്യമല്ലേ വലിയുഞ്ഞെ? എങ്കിലും പറയാം. പറഞ്ഞു കേട്ടിട്ടുള്ളതാണേ. ഉം. അതായത് ഈ പാലില് വെണ്ണ, നെയ്യ്, തൈര്, മോര് എല്ലാം അടങ്ങിയിട്ടുണ്ട്. എല്ലാം നല്ലത് തന്നെ, ശുദ്ധം. എന്നാലേ ഈ പാല് പിരിഞ്ഞാലോ? അതുപോലെയാ പെണ്ണുങ്ങളും. ശുദ്ധമായാൽ ഏറ്റവും ശുദ്ധം, മോശമായാലോ? പിന്നെ ആദ്യ രാത്രിക്ക് പാല് കൊടുക്കുന്നത്, അതെല്ലാ മംഗളാർമ്മത്തിനും പാല് കൊടുക്കാറുണ്ട്. ഓ, അങ്ങനെ. അപ്പോ ആദ്യ രാത്രി എന്ന മംഗളകർമ്മത്തിനാണ് പാല്. തീർന്നോ ആദ്യ രാത്രിയെ കുറിച്ച് എന്റെ കെട്ടിയോൾക്ക് പറയാനുള്ളത്? അരവിന്ദേ, ഡാ എഴുന്നേക്ക്, എഴുന്നേക്ക്. ഒരു 10 മിനിറ്റ് കൂടി കിടക്കട്ടെ. 10 മിനിറ്റോ? എഴുന്നേക്ക്. നമുക്കേ ഇന്ന് അമ്പലത്തിലൊക്കെ പോണം. വാ, തൊഴണം. വാ വാ, എഴുന്നേക്ക്. ഒന്ന് വാ. ഇതെന്താ ഒരു അപ്സരസ് ഇറങ്ങി വന്ന പോലെ ഉണ്ടല്ലോ. വേണ്ട വേണ്ട, പോ ചെല്ല്, വേഗം റെഡിയാവാൻ നോക്ക്. കുളിക്കാം, പക്ഷേ അതിനു മുമ്പേ അരവിന്ദ, എനിക്ക് ദേഷ്യം വരും. നീ പോയി കുളിക്കുന്നുണ്ടോ ഇല്ലയോ? കുളിക്കാം. ഇനി ഇതിന്റെ പേരിൽ അപ്സരസ് പിണങ്ങണ്ട. പോ. പല്ലേക്കണ? വേണ്ട. വേണ്ടല്ലേ?